ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് ഗാബയിൽ പുരോഗമിക്കുകയാണ്. രണ്ടാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ 7 വിക്കറ്റിന് 405 എന്ന നിലയിലാണ് ഓസ്ട്രേലിയ. ആദ്യ ദിനത്തിൽ മഴയുണ്ടാകുമെന്നായിരുന്നു കാലാവസ്ഥാ പ്രവചനം. ഇതോടെ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. പേസിനെ തുളയ്ക്കുമെന്ന് കരുതപ്പെടുന്ന പിച്ചിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷം മുതലാക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യൻ നായകൻ. എന്നാൽ ഇന്ത്യൻ പേസർമാരെ ഓസീസ് ഓപ്പണർമാർ മഴയെത്തും വരെ ചെറുത്തുനിന്നു. ആദ്യ ദിനത്തിൽ 13.2 ഓവർ മാത്രമാണ് കളി നടന്നത്. 2-3 സെക്ഷനുകൾ ഒറ്റപ്പന്തും എറിയാനായതുമില്ല. വിക്കറ്റ് നഷ്ടം കൂടാതെ 28 റൺസിനാണ് രണ്ടാം ദിനം ഓസ്ട്രേലിയ കളി ആരംഭിക്കുന്നത്. കളിയുടെ തുടക്കത്തിൽ തന്നെ ഓപ്പണർമാരായ ഉസ്മാൻ ഖ്വാജയെയും നദാൻ മെഖ്യൂനിയെയും പുറത്താക്കി ബുംറ ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകി. പിന്നീട് ക്രീസിലെത്തിയ ലെബൂഷെ സ്മിത്തുമായി ചേർന്ന് മികച്ച രീതിയിൽ ടെസ്റ്റ് കളിക്കുവാൻ തുടങ്ങി. തികച്ചും കംഫർട്ടബിളായി കളിച്ചുകൊണ്ടിരുന്ന ലെബൂഷയെ നിതീഷ് കുമാർ റെഡ്ഡി വിരാട് കോഹ്ലിയുടെ കൈകളിലേക്ക് ഒരു ക്യാച്ച് നൽകുന്നു. എന്നാൽ പിന്നീട് ക്രീസിലെത്തുന്നത് ഇന്ത്യയുടെ സ്ഥിരം തലവേദനയായ ട്രാവിസ് ഹെഡാണ്. രണ്ടാം ടെസ്റ്റിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് ഹെഡ് വീണ്ടും തുടങ്ങുന്നു. ക്രീസിൽ ഹെഡ് എത്തിയതോടെ സ്മിത്തിന്റെ ശരീരഭാഷയും മാറുന്നു. ഒരു വശത്ത് ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ ഹെഡും മറുവശത്ത് പരമ്പരാഗത ടെസ്റ്റ് രീതിയിൽ ബാറ്റ് വീശിയ സ്മിത്തും ചേർന്ന് 241 റൺസിന്റെ പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. ഒടുവിൽ തുടർച്ചയായ രണ്ടാം ടെസ്റ്റിലും ഹെഡിന്റെ വക സെഞ്ചുറി. കൂടാതെ ഫോമാകാതെ ഇരുന്ന സ്മിത്തിന്റെ വക ഒരു തകർപ്പൻ സെഞ്ചുറിയും. ഗാബയിലെ കഴിഞ്ഞ 3 ഇന്നിംഗ്സുകളിലും സംപൂജിനായി മടങ്ങിയ ഹെഡിനെ പിടിച്ചുകെട്ടുവാൻ ഇന്ത്യൻ നിരക്കായില്ല. സെഞ്ചുറി നേട്ടത്തിന് ശേഷം തകർപ്പൻ ബാറ്റിംഗ് തുടങ്ങിയ ഹെഡിനെയും സ്മിത്തിനെയും പുറത്താക്കാനാകാതെ ഇന്ത്യൻ ബൌളർമാർ കുഴങ്ങി. രോഹിത് ശർമ്മ പറഞ്ഞതുപോലെ ബുംറയ്ക്ക് മാത്രം ഒരു ദിവസം ബോൾ ചെയ്യാൻ കഴിയില്ലെന്ന് കാണികൾക്ക് വ്യക്തമായി. ഒടുവിൽ ആ പാർട്ണർഷിപ്പ് പൊളിക്കുവാൻ ബുംറ തന്നെ വേണ്ടിവന്നു. 101 റൺസ് നേടി നിന്ന സ്മിത്തിനെ രോഹിത് ശർമ്മയുടെ കൈകളിലേക്ക് എത്തിച്ച് ബുംറ പാർട്ണർഷിപ്പ് പൊളിക്കുന്നു. 86 ഓവറിലെ രണ്ടാം പന്തിൽ മിച്ചൽ മാഷിനെയും ഡബിൾ സെഞ്ചുറിയിലേക്ക് നീങ്ങിയിരുന്ന ഹെഡിനെ 5ാമത്തെ ബോളിലും ബുംറ പുറത്താക്കുന്നു. അതോടെ 316-4 എന്ന നിലയിൽ നിന്നും ഓസ്ട്രേലിയ 327-6 എന്ന നിലയിലേക്ക് മാറുന്നു. ജസ്പ്രീത് ബുംറയ്ക്ക് വീണ്ടും ഒരു 5 വിക്കറ്റ് നേട്ടം കൂടി. തുടർന്ന് ക്രീസിലെത്തിയ അലക്സ് കാരിയും പാറ്റ് ക്യുമ്മിൻസും ചേർന്ന് ചെറുത്തുനിൽപ്പ് തുടങ്ങുന്നു. രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ 7 വിക്കറ്റിന് 405 എന്ന നിലയിലാണ്. മിച്ചൽ സ്റ്റാർക്കും അലക്സ് കാരിയുമാണ് ക്രീസിൽ. ടോസ് കിട്ടി ബൌളിംഗ് തിരഞ്ഞെടുത്തതിനെതിരെ ശക്തമായ അധിക്ഷേപമാണ് രോഹിത് ശർമ്മയ്ക്ക് നേരിടേണ്ടി വരുന്നത്. ബുംറയ്ക്കൊപ്പം മികച്ച രീതിയിൽ ബോൾ ചെയ്യാൻ ആളില്ലാതെ വന്നതും തെല്ലൊന്നുമല്ല ഇന്ത്യയെ കുഴയ്ക്കുന്നത്. ഒന്നാം ദിനം മഴ കളി മുടക്കിയ ടെസ്റ്റിൽ ഇനി 3 ദിവസങ്ങൾ മാത്രമാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. നാളത്തെ ആദ്യ സെക്ഷനിൽ തന്നെ ഓസ്ട്രേലിയയുടെ വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്കായില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സ്ഥിതിയാണ്.